ദേവൂട്ടി, നീ എങ്ങോട്ട് പോകുന്ന കാര്യം ഈ പറയുന്നേ? സ്വർണ്ണക്കടയിലേക്കോ? അതേ തറവാട്ടമ്മേ, ഇവക്കേ ഗഗന്റെ അമ്മാവൻ 50 പവന്റെ ആഭരണങ്ങൾ എടുത്തു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നേ. അതിന് ദേവൂട്ടി പോകേണ്ട ആവശ്യം എന്താ? ആഭരണങ്ങൾ എടുക്കാനാണെങ്കിൽ അളവ് കൊടുത്തു വിട്ടാ പോരെ? ആള് തന്നെ നേരിട്ട് പോകേണ്ട കാര്യം എന്താ? അതിപ്പോ ദേവൂട്ടി കൂടെ ഉണ്ടെങ്കിൽ അവക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാലോ. അതൊന്നും ശരിയാവില്ല. കല്യാണത്തിന് മുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. നിങ്ങൾ ഇതിൽ ഇടപെടൊന്നും വേണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ദേവൂട്ടി, നീ പോയിട്ട് വാ. ശരി, അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആയിക്കോളൂ. പക്ഷെ ഒരു കാര്യം, അയാളുടെ 50 പവനാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ഞാനിവിടെ വച്ചിരിക്കുന്ന പണ്ടങ്ങൾ ഞാൻ തരില്ല. സമ്മതമാണോ? അല്ല തറവട്ടമേ, അതും ഇതും ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങളെങ്കിൽ ആ ആഭരണങ്ങളുമായി ഞാൻ ഇവിടുന്ന് ഇപ്പൊ തന്നെ പോകും. അല്ല അതിപ്പോ ദേവുട്ടി വാ, നമുക്ക് പോവാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേവുട്ടി എങ്ങും വരുന്നില്ല. ദേവുട്ടി വാ. ആഭരണം എടുക്കാനുള്ള അളവുകള. ഇതുമായിട്ട് പോവാൻ നോക്ക്. പോ. പിറന്നാളായിട്ട് അമ്പലത്തിൽ പോകാതിരിക്കണ്ട. വേഗം പൊയ്ക്കോളൂ രണ്ടാളും. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി അച്ഛാ. ദേവുട്ടി പോവാം, വാ. ഈ തള്ളയുടെ ഒരു കാര്യം, ഉള്ളത് കൂടി പോണ്ടാന്ന് കരുതിയ ഞാൻ വെറുപ്പിക്കാത്തത്. വിഡ്ഢിത്തം, മഹാവിഡ്ഢിത്തം, മഹാവിഡ്ഢിത്തരമാ നിങ്ങൾ കാണിച്ചത്. ഞാനെന്താ സ്നേഹം കൊണ്ടാണ് ഈ വള അവൾക്ക് സമ്മാനിച്ചെന്നാണോ നിങ്ങൾ കരുതിയത്? ഈ വള ഞാൻ ഇത് അവളുടെ കയ്യിൽ അണിയിച്ച വിലങ്ങായിരുന്നു. ഇത് കയ്യിലിട്ടോണ്ട് തന്നെ അവൾ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതായിരുന്നു നല്ലത്. ആദൂര് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. കാഞ്ചനെ, നീ ഇത്രയ്ക്ക് വിഡ്ഢിയായി പോയോ? ഈ വള അവളുടെ കയ്യിൽ കിടന്നാലുള്ള ശക്തി നിനക്കറിയാമായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് 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 നീ ഇത് വിലക്കിയില്ല? ആ സ്ത്രീ അത്ര നിസ്സാരക്കാരിയായി തോന്നിയില്ല. വല്ലാത്തൊരു അധികാരഭാവമായിരുന്നു. അവൾ നിസ്സാരക്കാരിയല്ലെന്ന് നേരത്തെ തന്നെ ഞാൻ നിനക്ക് സൂചന തന്നതല്ലേ? ചില കണ്ണികൾ വെട്ടിച്ചു മാറ്റി ചിലത് വിളക്കി ചേർക്കാനാണ് അവൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അത് ഞാൻ അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് ഈ നടുമുറ്റത്ത് പൂജ തുടങ്ങണം. ഗഗന ദേവൂട്ടിയെ സ്വന്തമാക്കാനുള്ള പൂജ. വേഗം വേഗം അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങൂ. ശരി, പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങാം. വേഗമാകട്ടെ. ഇനി പഴാക്കാൻ സമയമില്ല നമുക്ക്.